ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സുഹൃദാസ് ദുനിയ. സോ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദുബായിലായിരുന്നു. ഒരു 20 ഡേയ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയതായിരുന്നു. അപ്പം അതിലിപ്പം ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് ഇത്. സോ അതിലെ പാർട്ട് 1 ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് നിങ്ങൾ കണ്ടത് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് കയറുന്ന ഒരു ഇൻട്രോ വീഡിയോ ആണ്. പിന്നെ അതിനുള്ളിൽ കയറിയിട്ടുള്ള ഓരോ സംഭവങ്ങളാണ്. ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പിന്നെ ഇതാ ക്ലോക്ക് ടവർ. പിന്നെ അതിനുള്ളിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഗ്ലോബൽ വില്ലേജിൽ പല രാജ്യത്തിന് എന്താ പറയുക ബേസ് ചെയ്തിട്ടുള്ള കുറേ പവലിയൻസാണ് അതിനുള്ളിൽ ഉള്ളത്. സോ നമ്മൾ ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ പാർട്ട് 1 ആണിത്. ഇത് ഈഫിൽ ടവർ, ഫ്രാൻസിലുള്ള അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഓരോ പവലിയൻസ് ആട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ശരിക്കും നമ്മൾ വൺ ഡേ ഒന്നും പോരാ, നമുക്കിത് ഫുള്ള് കറങ്ങിയിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ശരിക്കും അതിലേറെ ടൈം വേണ്ടി വരും. പിന്നെ തുർക്കിൻ്റെ ഉള്ളിലേക്കാണ്, തുർക്കി പവലിയൻ്റെ ഉള്ളിലേക്കാണ് പോയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലതരം വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലേറ്റ്സ്, ഡിസൈൻ ചെയ്തിട്ടുള്ള പലതരം വെറൈറ്റീസുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ടർക്കി സ്പെഷ്യൽ ഐസ്ക്രീം നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അവർ നമ്മളെ ഇത് വെച്ചിട്ട് പറ്റിക്കുന്നത്, ഐസ്ക്രീം നമ്മളെ കയ്യിൽ കിട്ടില്ല, അവരാണെങ്കിൽ തരില്ല, അങ്ങനെ ഒരു ഇതിൽ നല്ല എന്താ പറയുക ഒരു വെറൈറ്റി ഐസ്ക്രീം തന്നെയാണ് ഈ ടർക്കിഷുകാരുടെ ഐസ്ക്രീം എന്ന് പറയുന്നത്. പിന്നെ അവർ ഒരു എള്ളിൻ്റെ സോസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തുർക്കിയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരം വെറൈറ്റി കപ്പ്, സോസസ്, പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, സ്മോൾ ബോൾസ്, അങ്ങനത്തെ പലതരം വെറൈറ്റി പ്ലേറ്റ്സൊക്കെ ഉണ്ട് അവരുടെ അടുത്ത്. ഒക്കെ സ്പെഷ്യൽ ഡിസൈനൊക്കെ ചെയ്തിട്ട് വെച്ചതാണ്. സോ ഇതാണ് പാർട്ട് 1. ഇനി ഇതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3യും ഉടനെ വരുന്നതാണ്. നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക.